ഇപ്പോൾ നമ്മുടെ ഹിമാലയനിൽ റൈഡ് ബൈ വയറാണ് വരുന്നത്. പിന്നെ അറിയാമെങ്കിൽ റൈഡിങ് മോഡ്സ് ഉണ്ട്. 4 റൈഡിങ് മോഡ്സാണ് മൊത്തം ഉള്ളത്. ഒന്ന് പെർഫോമൻസ് വിത്ത് ABS, പെർഫോമൻസ് വിത്തൗട്ട് ABS, ഈക്കോ വിത്ത് ABS ആൻഡ് ഈക്കോ വിത്തൗട്ട് ABS. ഇതിൽ എല്ലാ റിവ്യൂലും കണ്ടൊരു കംപ്ലൈൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ കൺസേൺ ആയിരുന്നു, ഇത് വണ്ടി ഓടിക്കുമ്പോൾ റൈഡിങ് മോഡ് മാറ്റാൻ പറ്റില്ല എന്നുള്ളതും, പിന്നെ ഒരു പ്രാവശ്യം റൈഡിങ് മോഡ് സെറ്റ് ചെയ്തിട്ട് വണ്ടി ഓഫാക്കി കഴിഞ്ഞാൽ വീണ്ടും ഓണാക്കുമ്പോൾ റൈഡിങ് മോഡ് റീസെറ്റായിട്ട് പെർഫോമൻസിലേക്ക് തന്നെ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഇത്രയും കാലം കണ്ടുപിടിച്ചില്ല. ഇപ്പോൾ അതിനൊരു ചെറിയ സൊല്യൂഷൻ പോലെ കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് മോഡിലാണോ ഇട്ടിട്ട് വണ്ടി ഓടിച്ചിട്ട് ഓഫ് ചെയ്തത് അതേ മോഡ് തന്നെ പിന്നീട് സ്റ്റാർട്ടാക്കുമ്പോൾ അതേ മോഡിൽ തന്നെ വണ്ടി വരുന്നൊരിത്. അതായത് ഈക്കോ ഇട്ടിട്ട് വണ്ടി ഓടിച്ച് കഴിഞ്ഞ് വണ്ടി നിർത്തി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ടാക്കുമ്പോൾ പെർഫോമൻസിലേക്ക് പോകാണ്ട് വീണ്ടും ഈക്കോ മോഡ് തന്നെ വരാനുള്ളൊരു ഇത്. അത് മറ്റേ എല്ലാ റിവ്യൂസിലും അത് പറ്റില്ല എന്ന് കണ്ടു. ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ വണ്ടി എക്കോ മോഡിലാണുള്ളത്. സോ ഞാൻ വണ്ടി ഓഫ് ചെയ്യാൻ പോവാണ്. വണ്ടി ഓഫ് ചെയ്തു. ഇനി വണ്ടി ഓൺ ചെയ്യാം. ഇതേ വണ്ടി എക്കോ മോഡിൽ തന്നെയാണ്, പെർഫോമൻസ് മോഡിലല്ല. ഒന്നും കൂടെ ചെയ്യാം. ഓഫാക്കി ഓണാക്കി. ഇതാ വണ്ടി എക്കോ മോഡിൽ തന്നെയാണ്. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്, അതായത് വണ്ടി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എക്കോ മോഡിലോട്ട് ഇടുക. എക്കോ മോഡിലോട്ട് ഇട്ടതിന് ശേഷം വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂട്രലിലേക്ക് ആക്കാതെ ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി ഓഫ് ചെയ്യുക. ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി ഓഫ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഏത് മോഡിലാണോ ഓടിച്ച് ആ മോഡ് മെമ്മറിയിലുണ്ടാവും. അതിലാണ് വണ്ടി ഓൺ ആവുള്ളൂ. ഇത് യൂസേഴ്സ് മാനുവലിലും എവിടെയില്ല. മറ്റേ അതൊരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ കണ്ടുപിടിച്ച സാധനമാണിത്. ഒരു ദിവസം എപ്പോഴും ന്യൂട്രലാണ് നിർത്താറ്. ഒരു ദിവസം ഒരു ഫസ്റ്റ് ഗിയറിൽ നിർത്തിയിട്ട് ഓണാക്കിയപ്പോഴും ഇത് കണ്ടു. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിതിപ്പോൾ ന്യൂട്രലിലോട്ടാക്കിയിട്ട് ഇനി വണ്ടി ഓഫ് ചെയ്തു. ഇനി ഓണാക്കുമ്പോൾ പെർഫോമൻസ് മോഡ് തന്നെ ആയിരിക്കും. കണ്ടോ, പെർഫോമൻസ് മോഡായി, എക്കോ മോഡിൽ നിന്ന് മാറി. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ ഈ മോഡിൽ ഏതാണ് വെച്ചാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിട്ടിട്ട് ഓടിക്കുക. അതിട്ട് ഓടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി സ്റ്റോപ്പ് ആകുമ്പോൾ അങ്ങനെ ഓഫ് ചെയ്യുക, ന്യൂട്രലിലേക്ക് ഇടാണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പെർഫോമൻസ് മോഡ് ലാസ്റ്റ് ഏതാണോ ഇട്ട്, റൈഡിങ് മോഡ് ലാസ്റ്റ് ഏതാണോ ഇട്ട് അതന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഇപ്പോൾ എക്കണോമി മോഡിൽ ഇട്ടിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് പെർഫോമൻസ് മോഡിലേക്ക് ആക്കുകയെന്ന് വെച്ചാൽ, ക്ലച്ച് പിടിച്ചാൽ മതി. ക്ലച്ച് പിടിച്ചിട്ട് നമ്മളുടെ ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് എക്കോന്ന് പെർഫോമൻസിനും എക്കോന്ന് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ നോർമലായിട്ട് പെർഫോമൻസ് മോഡിലാണ് ഡിഫോൾട്ടായിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ എക്കോ മോഡിലോട്ട് മാറ്റാൻ പറ്റില്ല. ആദ്യം എക്കോ മോഡ് ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് 2 മോഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. അതേപോലെ ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി ഓഫ് ആക്കുകയാണെങ്കിൽ ലാസ്റ്റ് മോഡും നമുക്ക് റീസെറ്റ് ആവാതെ കിട്ടും. ഇതൊരു ഹാക്ക് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ലത്. അറിയാതെ ഒരു അബദ്ധം പറ്റിയപ്പോൾ അതിനൊരു സൊല്യൂഷൻ കിട്ടി. സോ ഇങ്ങനത്തെ
പുതിയ കാര്യങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.